ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നമുക്കിവിടെ ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതുപോലെ ഒരു കപ്പ് വെള്ളത്തിൽ ഞാനിവിടെ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിക്കോളും. അപ്പൊ ഞാനിതിവിടെ കുക്കറിലാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് ഒരു അരക്കപ്പ് തുവരപ്പരിപ്പാണ്. പരിപ്പ് ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് കുതിർക്കാനിട്ടിരുന്നു കേട്ടോ, കാരണം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കുതിർത്ത പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ പരിപ്പ് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ചും കൂടെ കുറവ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി കുക്കർ അടച്ചു കൊടുത്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊരു 2 വിസിലിന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇത് വിസിലൊക്കെ വന്നിട്ട് അതിന്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിനു ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണാം, പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് അലിഞ്ഞു പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യത്തിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മത്തൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ മത്തന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബീൻസ് ആണ്. ഞാനിവിടെ 7 ബീൻസ് എടുത്തിട്ടുണ്ട്. അത് 2 ആയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് ഇതുപോലെ നടുവേ ഒന്ന് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 15 എണ്ണം എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 3.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സാമ്പാറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്ത് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഞാനിപ്പോ ഇവിടെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചിരങ്ങ, അതുപോലെ തന്നെ പടവലങ്ങ പോലുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പുളി. അപ്പൊ അത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുത്തിട്ട് ആ വെള്ളത്തോട് കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിലിൽ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഇതാ നമ്മൾ വിസിലൊക്കെ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിന്റെ പ്രഷറൊക്കെ മുഴുവനായിട്ട് പോയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്നു നോക്കുകയാണേ. ഇപ്പം ഇതാ പച്ചക്കറികളൊക്കെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല, എന്നെല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മത്തൻ കഷ്ണങ്ങൾ ഇതിന്ന് എടുത്തിട്ട് ഒന്ന് ഉടച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം, കറിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. വീണ്ടും തീ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം നമുക്ക്. ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ കറി. അപ്പൊ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കായത്തിന്റെ ടേസ്റ്റും കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം നമുക്ക്. അപ്പോഴത്തേക്കും കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നോളും. നമ്മളിപ്പോൾ ഇതാ ഇവിടെ സാമ്പാർ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. നിങ്ങൾ കഷ്ണമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചധികം മല്ലിയില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി സാമ്പാറിലേക്ക് കടുക് തളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഉലുവയും നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ നടുവ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. മുളക് ഇതുപോലെ ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നേരെ നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് സാമ്പാറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. ഇപ്പൊ ഞാനിവിടെ 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങയൊന്നും ചേർക്കാത്ത സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. നമ്മൾ ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡ്ലിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഈസി സാമ്പാറാണ്. രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ വീട്ടിലുള്ള പച്ചക്കറികൾ എന്താണോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.